ഇനി പാവയ്ക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി മൂത്തതിന് ശേഷം പാവയ്ക്ക വളരെ തിന്നായിട്ട് വേണം, പാവയ്ക്ക വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത് നമ്മൾ. എന്നിട്ട് അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു കുറച്ച് ഉപ്പ് ചേർക്കുക. നമുക്കിപ്പോൾ ഒരു പാവയ്ക്ക മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വറുത്ത് കോരുക. നല്ല മൂക്കണം, പക്ഷെ കരിഞ്ഞു പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ പാവയ്ക്ക ഈ കളറ് മാറി ഒരു റെഡ് ബ്രൗൺ കളറാവും. അത് ആ ഒരു സമയമാകുമ്പോൾ നമ്മളത് കോരിയെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഇപ്പോൾ പാവയ്ക്ക വറുത്തെടുക്കുന്നത്. കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ഒരുപോലെ മൂക്കണം എന്നില്ല. പിന്നെ അത് അരിയുമ്പോൾ വളരെ തിന്നായിട്ട് അരിയാൻ നോക്കണം. കണ്ടില്ലേ, നമ്മുടെ പാവയ്ക്ക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കളറും കൺസിസ്റ്റൻസി. നമുക്കിതിന് ആവശ്യമുള്ള അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇടുക. ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ ഒരു ശകലം നമ്മൾ തേങ്ങ അരയാൻ വേണ്ടി മാത്രം ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കട്ടിയായിട്ടുള്ള ഒരു അരപ്പാണ് നമുക്ക് വേണ്ടത്. നല്ല വെണ്ണനെയ്യ് പോലെ അരയണം തേങ്ങ അരഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുകിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിനൊപ്പം തന്നെ അതിനുശേഷം നമുക്ക് ഇത് ഒരുപാട് വെള്ളം പോലത്തെ ഉള്ളൊരു കറിയല്ല. നമ്മൾ സദ്യയിൽ വിളമ്പുമ്പം അതിനകത്ത് ഇലക്കകത്ത് ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കണ്ട. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് കൊള്ളത്തില്ല. ചിലർ ഇതിനകത്ത് തൈര് ചേർത്ത് നമുക്ക് അരയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ശകലം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചേക്കുന്നത്. പിന്നെ മിക്സിയുടെ ജാറിനകത്ത് ഉള്ള ഒരു അരപ്പിനകത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അമ്മ നമ്മളുടെ പാവയ്ക്കെല്ലാം നന്നായിട്ട് കൈകൊണ്ട് പൊടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൊടിക്കുന്ന ഒരു പരുവത്തിന് വേണം നമുക്ക് പാവയ്ക്ക വറുത്ത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പൊടിച്ച് ചേർക്കണം. ചേർന്ന് വെച്ചാൽ പൊടിക്കാന്ന് വെച്ചാൽ തീർത്തും പൊടിക്കുകയല്ല, കഷ്ണങ്ങൾ ചെറുതായിട്ടൊരു ക്രഷ് ചെയ്തിടുകയാണ്. ഇത് നമ്മുടെ ഈ കൂട്ടിനകത്തേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. പാവയ്ക്കകത്ത് ഉപ്പ് ചേർന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കാരണം ഈ മിക്സ്ചറും ഈ പാവയ്ക്കയും തമ്മിൽ ഒന്ന് യോജിച്ചതിന് ശേഷം മാത്രമേ അതിനുള്ളിലെ ഉപ്പ് ഈ നമ്മളെ ഈ പേസ്റ്റിനുള്ളിലോട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ നമുക്ക് കടുക് താളിക്കാം. ലാസ്റ്റിലാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. കടുക് താളിക്കാൻ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തോട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു. ഇപ്പോൾ ഇതിനകത്ത് തൈര് ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഈ താളിച്ചതിനകത്തോട്ട് തന്നെ നമ്മൾ തിരിച്ചൊഴിക്കണം. തൈര് ചേർത്ത് അങ്ങനെ ഒഴിക്കാൻ പാടില്ല. ഇപ്പം നമ്മളുടെ ഒന്ന് വെന്തു, തേങ്ങയുടെ ഒന്ന് വെന്തു, അതൊരു പ്രത്യേക സ്വാദാണ്. ഒന്ന് വെന്തൊന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്കിത് അധികം ചൂടല്ല, അതൊന്ന് ആറിന് ശേഷം നമുക്ക് നല്ല കട്ടത്തൈര്, ഒന്ന് ചെറുതായിട്ട് ഉടച്ച കട്ടത്തൈര് അതിനകത്ത് ഇങ്ങനെ കട്ടയായിട്ടില്ലാതെ നന്നായിട്ട് ഉടച്ച കട്ടത്തൈര്. അപ്പം ഒരു നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഒരു പുളിയുടെ സ്വാദനുസരിച്ച് ഒരുപാട് പുളിയാവരുത്, ഒരുപാട് പുളിയുള്ള തൈരാവരുത്, ഒരു മിനിമമായിട്ടുള്ള പുളിയുള്ള തൈരായിരിക്കണം. അതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് നമുക്ക് ഒന്നും കൂടെ ഉപ്പ് നോക്കാം. ഉപ്പ് വളരെ കുറവായിരിക്കും, കാരണം ഇപ്പോൾ തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.